ഇത് ബാഹുബലിയുടെ വിജയം. നല്ല വണ്ടിയില്ലേ വിഷയം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദിവ്യാച്ചല് ഞാൻ നെട്ടില്ലത്. ഞാനേ ചുമ്മാ കള്ളം പറയുന്നത്. ഞാൻ ഇട്ടോണ്ടാക്ക വന്നിരിക്കുന്നത്. ചുമ്മാ പറയുന്നത് അല്ലേ, നീയൊക്കെ വിശ്വാസല്ലേ? നല്ല മഴ ഉണ്ട്. തെന്നെ കോമഡിയായിട്ടില്ലേ? ആ കോമഡിയായിട്ടില്ലേ? ഇതെന്റെ ട്യൂബോർക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഷട്ടിയ എന്റെ ബർത്ത്ഡേ. അവ എന്തിനാണ് ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. ദൈവമേ എങ്ങോട്ടൊക്കെ പോയ SRK ഫസ്റ്റല്ല, SRK ഫോർത്ത് ആവാ. അതുകൊണ്ട് വരുന്നുണ്ട്. തള്ളി ഇടും അങ്ങോട്ട് തന്നെ വലുതാ. അങ്ങനെ ചിന്തിച്ചൂടാ അവര്. അല്ലെങ്കിൽ കുറച്ച് വഴുക്കല് കൂടുതലാ. ആ എടുത്തില്ല ഞാൻ പോയിട്ട് വരാം. നിങ്ങൾക്കെന്താ എന്നെ കാത്തിരിക്കാൻ? സോറി അഷ്റഫ്. ഈ വണ്ടി സെക്കൻഡ് ഗിയർ ഇട്ട പിന്നെ നീങ്ങുന്നില്ലല്ലോ. എനിക്ക് വയ്യ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ. ചാറ്റൊക്കെ നോക്കിട്ട് അവിടെ കൂടെ അല്ല ഗൈസ്, ഇവിടെ കൂടെ. അതൊക്കെ എന്ത് അയ്യോ എന്റെ അമ്മോ, ഞാനത് പേടിച്ചു പോയി. സത്യം, ഞാൻ ഗ്യാസ്ട്രോയുടെ മകം പറയാ ഇവിടെ. അയ്യോ യവൻ തന്നെയല്ലേ എപ്പോഴും എന്റെ പേരാ. നീ റൈറ്റ് പിടി, റൈറ്റ് പിടി. റൈറ്റ് പിടിച്ച് റൈറ്റ് പിടിച്ച് റൈറ്റ് പിടിച്ച് ഈ തിരിയുമ്പോ ഞാൻ എങ്ങനെ മാറ്റണ്ട റൈറ്റ് പിടിക്കാൻ? വണ്ടിയോട് പറഞ്ഞ നിക്കണ്ടേ കൂട്ട വണ്ടി. അച്ഛനോ അവിടെ ഉഴുതൊക്കെ പറിച്ചിട്ടേക്കുന്നു. പണി നടക്കാൻ പോകുന്നു. ഞാൻ എല്ലാവരും കാറ്റെടുത്തോട്ടെ. അവരെ പിടി. ഞാൻ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് പറക്കണേ. പറന്നോട്ടെ, പറന്നോ. ഓ മറ്റോ അത്ര ഉള്ളു. മറ്റോ ഞാൻ മറ്റോ എടുക്കാണ്ട് ഞാൻ പോയി. അച്ഛടാ പറ്റും. ഒരു തരി ദൂരം കുട്ടിയുള്ള പിടി. നീ കയറി പോയിരിക്കും. കീറിപ്പിടി. അയ്യോ മൈനർ മൈനറല്ല, കീറി പിടിച്ചോ. ശരി പറ്റണ മൈനറോ? അച്ഛനാ ഞാൻ പിടിച്ചോനെ. ഇല്ല പിടിവിട്ട് പോയി. വഴുതിപ്പോയവൻ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. മൈനർ. അയ്യോ ഓ അങ്ങനെയാണ് അവിടെ കേട്ടത്. അതെ ടീമനായോണ്ടാണ് തോന്നുന്നത് അങ്ങനെ കേട്ടത്. ഹലോ എന്നിട്ടൊരു JCB കണ്ടായിരുന്നോ? കണ്ണൊന്നും കാണുന്നില്ല. നമ്മളെവിടെ എയറിലായിരുന്നു. കിട്ടി. പിന്നെയുണ്ട് ചന്തി പിടി.
ഫസ്റ്റ് നല്ലായിട്ട് ഫസ്റ്റ് എടുക്ക്. ഞാൻ ചേച്ചിട്ട് പേഴ്സണാടാ. എന്നിട്ട് ഞാൻ വന്നു. നീ വരില്ലേ? നീ പറഞ്ഞില്ല എനിക്ക് വിഷമോ. നീ കയറില്ല എനിക്ക് വിഷമോ. ഇല്ല മാറ്റണ്ട മാറ്റണ്ട കയറി പിടി. ഞാൻ പിന്നീട് നോക്കിയിരുന്നോട്ടെ. പിടിയല്ലാണ്ട് വേറൊരു ഇതില്ല. ചേസ് അണ്ണനും പോകുന്നത്. ഞാൻ ഇവിടെ ഇടിയും മിന്നലും കണ്ടിട്ട് വർഷങ്ങളായിട്ട് നാട്ടിൽ വന്നിട്ടാണ് കാണാൻ. അപ്പോഴേക്കും നാട്ടിൽ ചൂടുമാകും. ഇല്ല മാറ്റണം. ഇപ്പൊ ഇവിടെ മഴയൊന്നുമില്ല. പറ്റൂടാ പറഞ്ഞത് മാറ്റണം വരുന്നെന്ന് മഴ അറിഞ്ഞു. വർഷത്തിലാണ് ഞാൻ ഇടിയൊക്കെ. അതങ്ങനത്തെ ഒരു രാജ്യം. ഇടിയില്ല, മിന്നലില്ല, കറണ്ടുമില്ല. നിങ്ങളുടെ കറണ്ട് പോത്തില്ലേ? പക്ഷേ കറണ്ട് പോത്തില്ല. ബില്ലടച്ചില്ലേ മാത്രം. അല്ലാണ്ട് ഞാൻ ബില്ലടച്ചിലെങ്കിലും കൊണ്ടുപോകില്ല. അതാണ് വേറൊരു കാര്യം. ബില്ലടച്ചല്ലേ കൊണ്ടില്ലേ? അതേത് ഗവൺമെന്റ് അവിടെ കയറിയ സമയത്ത് കുറച്ച് പെട്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് ഞാൻ ബില്ലടച്ചില്ല. പിന്നെ ഇപ്പൊ കുത്തിരുന്ന് അടുത്തത്. പക്ഷെ ഇവിടെ വെള്ളം കുടിക്കുന്നതിന് പൈസ പുല്ലായിരുന്നു കണ്ടില്ലല്ലേ? പുല്ലേനെ ഞാൻ കണ്ടില്ല. ടീം എന്താ ഇവിടെ ഉറങ്ങുന്നു? അവിടെ വീട്ടിൽ കയറി പാർക്ക് ചെയ്ത് നിന്റെ വീട്ടൊന്നല്ല പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. പിടി പോയി കാട്ടിൽ കയറി പിടിക്കാതെ നീ എന്റെ പേര് വിളിക്കല്ലേ? മാറ്റണ്ണന്നല്ലേ വിളിക്കുന്നത്. പക്ഷെ നീ എന്തിനാ അപശബ്ദം ഉണ്ടാക്കണേ? പള്ളി തിരിയണ്ട അതിനനുസരിച്ചിട്ട് ബലം കൊടുക്കല്ലേ ഇവിടെ. എന്തിന് ബലം? കട്ട് ചെയ്ത് കാണാവോ കാണാവോ കാണാവോ? വീട്ടിൽ കയറണ്ടായിരുന്നു. വീട്ടിൽ കയറാൻ ചായ കൂടെ സമയം എടുത്തു. ഇറങ്ങിയില്ലേ? അണ്ണനെ കാണാവോ പറ്റണ്ണ? അണ്ണനെ കാണാം. ഇത്രയുള്ള പറ്റണ്ട ഇത്രയുള്ള എന്നെ കാണാവോ? ഇല്ലടാ പറ നിന്നെ കാണില്ല. കട്ടറാ വാസ്ത്രോ ഉമ്പി ഞാൻ. മലയോരം ശരവേടം കവിത പാടും തീരം അരകളിലേരാ നീ നടിക തേരില അരകര തേരോതി ശലഭമേകിര പാടാ. കളി കാറ്റിലെ പോയി കൈവിട്ട് പോയി. സൂര്യകാന്തി കൊണ്ടേ സൂര്യകാന്തി കൊണ്ടേ കാട് വിഴുങ്ങി കിട്ടി. മോട്ടിവേഷൻ വന്നേ പറ്റത്തില്ല. പിന്നെ ഞാൻ ആദ്യം പോയിന്റ് ടേബിളിൽ ഒരു പോയിന്റ് എടുക്കട്ടെ. ഫസ്റ്റ് നീ സെക്കൻഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നേരത്തെ 4-5 ആയിരുന്നു. ഞാൻ ഷൗട്ട് ചെയ്തേ നിനക്ക് ഞാൻ പിടി തരത്തില്ലടാ. ആരും പിടിച്ചാ ഞാൻ പിടിച്ചോളാം. കാമവീര ഒന്ന് ലൈവ് കാണിക്കല്ലേ? കാമപ്രതുവേ കൺസെപ്റ്റ് ഒന്നും വേണ്ട. എനിക്കറിയണ്ട. എനിക്കറിയണ്ട ഇതൊന്നും. പിടിവിട്ട് പോയി. ഇതേ
ഈ ഗെയിം കാണാണ്ടിരുന്ന് ഹെഡ്സെറ്റ് മാത്രം കാണുന്നവരുണ്ട്. അവർ ചിലപ്പോൾ വിശ്വസിച്ച് കളയും. ഞാൻ നേരത്തെ ആണെങ്കിൽ ഞാൻ ഇന്ന് എന്റെ മൈൻഡ് സ്ട്രൈറ്റ് അല്ല, ഞാൻ ഗെയാന്നും പറഞ്ഞു. അവർ വിശ്വസിച്ചു. നമ്മുടെ ലൈറ്റ് നൈറ്റ് ലൈവ് കാണുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട് യുഎയിലുള്ള. പിന്നെ അല്ല മുത്താണ്. ഈകളില്ലേ പേരില് ലിസ്റ്റില്? ഓ അതാണല്ലേ ഞാൻ ടൈറ്റിലാണെന്ന്. ആര് കൊടുക്കണേ? ഡോക്ടർ യൂസ്ഡ് ആണോ? ഫുൾ സിമുലേറ്റർ ഉണ്ട്. ഫുൾ സിമുലേറ്റർ സെറ്റ്. ആരെ ഫുൾ സെറ്റ്. അവ ഉപയോഗിച്ചത് എന്റെ മോഹവലയായിരിക്കും ചോദിക്കണം. എന്റെ പട്ടിക്കാണ് അത്. പിന്നെ ചന്ദ്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ അങ്ങനെ പറഞ്ഞു. പിന്നെ അതൊന്ന് വാങ്ങിച്ചിട്ടൊന്ന് നമ്മുടെ കൂടെ കളിക്കാൻ പറ്റും. മരണത്തിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ട വരും. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ വെറുതെ നിങ്ങളെ ചെയ്ത് കിടത്തണം എന്തിനാണ്? അത് ഇത് വലിയൊരു തല ചേച്ചി ചേച്ചി എന്റെ ആഗ്രഹം ഒരു ആത്മീയ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൊടുക്കാമോ? അതൊന്നും ഇതിന് സിമ്പിളാണ്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എടുത്തോളൂ രീതികളിൽ ഒരു R5 അങ്ങ് കൊടുത്തിട്ട് നേരെ ചന്ദ്രൻ്റെ വീട്ടിൽ പോകുന്നു, അത് മേടിക്കുന്നു, ഇവന്റെ വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു, ഇവന്റെ സാധനം ഒരുക്കൊണ്ട് വരുന്നു. സിമ്പിൾ. ഇങ്ങനെയൊക്കെ പറയല്ലേ. ചന്ദ്രന്റെ സാധനം എടുത്ത് ഇവര് വെച്ചെടുത്തിട്ട് നമ്മൾ കാണാത്ത ഊടുവഴി ഇതിപ്പോ എങ്ങനെ കാസ്ട്രോ അവിടെ തടുക്കുക? ഓണപരിപാടി ഒന്നും ഇല്ലേ? ഈകളെ TV ഓണപരിപാടി ഒന്നും ഇല്ലേ? സെറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കോ? ഞാൻ ഒന്ന് കേറണുണ്ട് ഓണത്തിന്. ഓണത്തല്ല്, ഓണക്കുടി, ഓണത്തള്ളക്കുളി. ഇത് മറ്റേ മെന്നിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അടിക്കണം പറ്റും മാറ്റിട്ട്. ഇവ ഇപ്പൊ പഴയ കടിലല്ലേ ഗോക്കു? പണ്ട് പറ്റിയ വലിയ എന്തിനായിരുന്നു ഇപ്പൊ നൂബ്. കേറി പോടാ അങ്ങോട്ട് കാർ ഒട്ടിച്ച് ബ്ലഡി ഫൂൾ. അടിച്ച് കാര്യം കളഞ്ഞെന്നാണ്. ഈകളെ ഒരേ പൊളി വൈഷം. എങ്ങനെ തെറ്റി തെറിഞ്ഞ് എന്റെ മണ്ട്. അതെടുക്കണ്ടായിരുന്നു. ഇതൊക്കെ പറയേണ്ടത് അവിടെയൊക്കെയാണോ അവരിപ്പോ ഇതിരിക്കാവോ? എന്റെ അടിക്കാവോ? രീതി കുറച്ചേരം കല്ലിന്റെ പിടിച്ചിരിടാ. എന്റെ നിങ്ങളിത് കുറച്ചു കാലം കളിക്കുന്ന ഉറപ്പാണ് ഈ കളി. എന്നാ ഞാൻ പയ്യെ ഒരു സ്റ്റിയറിംഗ് വാങ്ങിക്കാം. ഞാൻ ശിവന്റെ സ്ഥിരമുള്ള എല്ലാം കൂടെ കെട്ടി വയ്ക്കുന്നവരെ ഞാൻ വാങ്ങിക്കാത്തത്. അത് തന്നെ ഞാൻ വിചാരിച്ച നീ കുറച്ചു ദിവസം കളിച്ചിട്ട് പൂട്ടിയിരിക്കും, അപ്പൊ വാങ്ങിക്കാന്ന് വെച്ചിരിക്കുന്നത്. കണ്ടെടുത്തോളം കളിക്കും. ഈ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കാസ്ട്രോയും ഒന്ന് രാവിലോട്ട് കാസ്ട്രോ ഇരിക്കും. ഒന്ന് കളിക്കാം. കണ്ടിട്ട് രസമൊക്കെ ഉണ്ട്. ഈ സാറ്റർഡേ സൺഡേ കാണത്തില്ല. ഐസിൽ സ്കിഡ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി ഭയങ്കര എടാ ചിലപ്പോ നിങ്ങൾ രണ്ടൊരു ആൺ വീട്ടും പെണ്ണ് വീട്ടുകാരും ആയിരിക്കും. പറഞ്ഞു നോക്ക കൊച്ചിന്റെ പേരൊക്കെ. GTA 6 കളിക്കൂ ഈകളെ നീ പ്ലേ സ്റ്റേഷനില്? GTA 6 കളിക്കാൻ പ്ലേ സ്റ്റേഷൻ വേണ്ടേ? ഈ വഴി നല്ല ഇതല്ലേ? പക്ഷെ ഞാൻ ഉപയോഗിക്കൂലെന്ന് എനിക്ക് അറിയാം, അതാണ് ഞാൻ പിന്നെ വാങ്ങിക്കാത്തത്. പ്ലേ സ്റ്റേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ കിട്ടായില്ലല്ലേ സാധനം? പ്ലേ സ്റ്റേഷൻ കിട്ടായില്ലല്ലേ? പണ്ട് പട്ട് കളി കിട്ടോണ്ടിരുന്നാണ്. അവര് മറ്റേ ഇതില് പറഞ്ഞിരുന്നു ഓണത്തിന് വരുന്ന ആരെങ്കിലും 4090 വാങ്ങിക്കണം. ഒരു 4090 കൊടുക്കാതിരിപ്പുണ്ട് എന്റെ കൂട്ടുകാരന്റെ. അതെ, അത്തുൽ.
ഈകളൊരു 4090 എടുക്ക്. മോഹമല്ലേ ഞാൻ ഉപയോഗിച്ചത്. എന്താ നിന്റെ 5090 ഒന്ന് തരണം. FPS വ്യത്യാസം നോക്കണം. ഒരു 5090 മേടിച്ച് തോന്നുന്നു. ആദ്യം അൺബോക്സ് ചെയ്തിട്ട് പോടാൻ വൈകുന്നൊക്കെ പറയാൻ കേട്ടോ. ആരെ പോയി? ഗൂഗിൾ പോയോ? ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് അപ്പൊ മിസ്സാവുന്ന കണ്ടില്ല. പിന്നെ മാറ്റണ്ട. ആ പോയാ? സോറി പോയാന്ന് വിജയ്. ഭയങ്കര പാവം വണ്ടി കൺട്രോൾ ചെയ്യാൻ. ഹലോ ഹലോ. നിനക്ക് എന്തിനാണ് ഈകളെ കൊറിയെന്ന് കുറച്ച് ഇത് വാങ്ങിച്ചോണ്ട് വരട്ടെ മുഖത്തുള്ള എന്തിനെങ്കിലൊക്കെ. നീ കൊറേ പോവല്ലേ പറഞ്ഞല്ലേ? നിന്നെ വിളിച്ചറിഞ്ഞ മറന്നാടാ തേണ്ടി. എന്നാ പോണേ? 2 ആ മുടിയൊട്ടിയാ അവിടെ മുടി ഞാൻ ഫ്രണ്ടിലോട്ട് വെട്ടിയിട്ടാൽ എന്നെ കൊണ്ടുപോകും. പിന്നെ തിരിച്ചു വരില്ല. അവിടെ വല്ല വാങ്ങിക്കാൻ പറ്റുന്ന വിലക്കുള്ള വല്ലതും പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരാം. വിളിക്കുവോ? ആ വിളിക്കാം. പിടിക്കും. നീ എന്നെ കയറി പിടിയിട്ടൊക്കെ വന്നിട്ട് പാട്ടാറൊക്കെ എനിക്ക് തന്നെ അറിഞ്ഞാൽ അവിടെ എന്തിനൊക്കെ കിട്ടുന്നത്. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ട്. എന്തിനു വാങ്ങിക്കണം എന്ന് അറിഞ്ഞൂടാ. എന്തായാലും സ്കിൻ കെയർ വല്ലതും വാങ്ങിച്ചോണ്ട് വരും. അവിടത്തെ സ്പെഷ്യൽ അതാ. ഞാൻ മറ്റേ തിരിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മോക്ക് നമുക്ക് ഇതിനെപ്പറ്റി വല്ല പിടിയില്ല. നമുക്ക് ഇതിനെപ്പറ്റി വല്ല പിടിയില്ല. അതിന്റെ പേരെന്തായിരുന്നു? അത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമായിരിക്കും ഇവിടെ? അത് ആരെങ്കിലും ചിന്തിച്ചാ അങ്ങനെ? ഗോകുനാ ജോലി വാങ്ങിച്ചു കൊടുക്കണത് എങ്ങനെയാണെങ്കിലും. കൊച്ചിന്റെ സാധനം എക്സ്ട്രാക്ട് ചെയ്യാൻ നിന്നെ. എന്തിനാണെങ്കിലും ആ ജോലി ഇവനെ വാങ്ങിച്ചു കൊടുക്കുന്നില്ലോ. കരിയർ നോക്കട്ടെ അവിടെ കയറി ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെ. പോയി ഞാൻ പറയാം. അല്ലാണ്ട് എനിക്ക് ജോലി മഞ്ഞ് കഴിയാത്ത അത് ഇവിടുന്ന് കിട്ടും മേടിക്കാൻ. പക്ഷെ കൊറേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറയാ. പണ്ട് ഒച്ചിനെ ഞാൻ ഉപ്പിട്ട് കൊല്ലുമായിരുന്നു. കൊറിയൻ സ്കിൻ കെയർ ഒച്ചിന്റെ വേണമെന്ന് കൊച്ചിന്റെ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അവരുടെ അതിന്റെ ഇൻഗ്രീഡിയന്റ്. അത് നീ എടുക്കാൻ പോണം മനസ്സിലായി. ഇനി തൊട്ട് നിന്റെ റെസ്യൂമേ ഓൾറെഡി അയച്ചു. അതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആലോചിച്ച് നോക്ക്. വെറുത്തല്ലേ? അതെ. അത് അവനെങ്ങനെ അറിയാന്ന്? അവനെ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഗോക്കു എടാ തെണ്ടി. എടാ ഞാനൊന്നും അല്ല, ഇത് ഈകൾ അറിയാൻ മാത്രമുള്ള സാധനമായിരുന്നു. എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഇതല്ല എന്തായാലും. നോക്കൂ, നമ്മളിനി ഒറ്റ കെട്ടാണ്. വായ കിട്ടി അപ്പഴേ അവരെ കൂട്ടത്തിൽ കയറ്റി കേട്ടാ. അത് പറ്റാതെ ബാബുവിന് മാത്രമാണ്. ഈകള് മറിയണൊന്നുമില്ല. ഭയങ്കര ഡ്രൈവിങ്. ഒരു വളവില് കറങ്ങി കിടന്ന തീരാന്ന കേസേ ഉള്ളത്. ഓ ഇതൊക്കെ എന്തിനടേ. ശരി അപ്പൊ നടക്കട്ടെ, ഞാൻ പോണ്, കിടന്നുറങ്ങാൻ പോണ്. ബൈ ഗായ്സ്. തലയാൻ എടുക്കണടേ. നിങ്ങൾ ഈകളെന്ന് പറഞ്ഞു ഹലോ. പിള്ളേരെ കളിയാക്കി തുടങ്ങി നിന്റെ റാങ്കൊക്കെ വെച്ച്.
ഇന്നലെ കൂടെ എടുത്ത ലൈവിൽ എന്ന് പറഞ്ഞ് പിത്തുള്ള താഴെയാണ് നിന്റെ കളിയും റാങ്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ല പണ്ട് ഇമോർട്ടലാണെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല മെന്നി പറയണ കീബോർഡ് ടൈപ്പ് ചെയ്തിരിക്കും. ഞാൻ ഓരോ വർഷം നോക്കുമ്പോഴും മെന്നി ഡയമണ്ട് ലോബി കിടന്ന് കളിക്കുന്നു. ഡയമണ്ടിലും ശരി ഓടാ നീയൊക്കെ ഇനി നാളെ തൊട്ട് ഒരാഴ്ച കണ്ടോ ഞാൻ എവിടെ നിക്കുന്നു നോക്കിയോ. മെന്നിയൊക്കെ ഫോണിൽ സാക്ഷായിട്ട് നിൽക്കും. അപ്പഴേ ലൈവ് നോക്കിയത് പോയാൽ എടാ പോടാ എനിക്ക് എന്റെ ക്യാമറ ഓണല്ലായിരുന്നു. ഓഹോ കളഞ്ഞ് ബോട്ടിൽ ചെയ്ത് കൊണ്ടുവന്നു. എന്താ അവസ്ഥയാടാ. ഞാൻ ഒരു മിസ്റ്റേക്ക് ജോക്കി ഇവിടെ കണ്ടില്ലല്ലോ ഇന്ന് ഇവിടെ. ജോക്കിയുടെ വിശേഷം വല്ലതും ഉണ്ടോ വിവരം വല്ലതും ഉണ്ടോ? പാലത്തിനടി പോയി ഗോക്കുളെങ്ങനെ സേവ് ചെയ്ത് അവിടെ മറ്റേ അത് ഇടിച്ചപ്പോ ഞാൻ സ്ലോ ആയി. ആ ഗ്രില്ല് ഇടിച്ചപ്പോ ഞാൻ അതിലിടിച്ചു വെച്ച് ഞാൻ പോയി. അയ്യോ അവിടെ ക്യാഷ് കയറി പോയത് എനിക്ക് ഡിപ്രഷൻ ആയ ക്യാഷ്. ഞാൻ അത്ര നേരം ഒരു മിസ്റ്റേക്ക് അത്ര കളിയാ ഞാൻ ഈഗിളിങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കളി തീരട്ടെ ഒരു ശതമാനം കൂടെ കുറച്ചു വെയിറ്റ് ചെയ്യുക. ആരെങ്കിലും വരട്ട് കൂടെ നിനക്ക് ലില്ലി ഇവിടെ കുറച്ച് എന്നിട്ട് ഷോയെ കാണിച്ച് കയറ്. കരിസ്മ ഇല്ലടാ നിനക്ക്. കരിസ്മ കാണിക്കണായിരുന്നു. കരിസ്മ നീ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യം പറയായിരുന്നു. ഇന്നോട്ട് നിങ്ങൾക്ക് ഇന്നലെ തൊട്ട് ബാഡ് ഡേ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങക്ക് ബാഡ് ഡേ ആയിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ 2 സെക്കൻഡ് ഡീനഫ് ഞാൻ പോണു. ഗുഡ് നൈറ്റ് ഗായ്സ്. ഓണത്തിനാണ്. ഓണത്തിന് വേറെ പരിപാടി ഒന്നും ഇല്ലടേ. നീ ഇങ്ങോട്ടൊന്നും വരണില്ലേ? ട്രിവാൻഡ്രത്തോടൊന്നും ഇറങ്ങണില്ലേ നീ? ഞാൻ പറയാം. അപ്പൊ ഷൗടെക്സിന്റെ ഒരു പോയിന്റ് കുറഞ്ഞ